ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഇതിന് മുൻപുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്റ്റ്. നമ്മുടെ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ലൈൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, അത് വായിക്കുക. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. എന്താണ് ഈ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോയത്തിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോയിൽ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ കയറി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. അപ്പം വൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് മീനിങ്. അപ്പം സ്കൂൾ ബോയ് സ്റ്റേജ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്കൂൾ ബോയ് എന്താണ്, സ്കൂളിൽ പോകാനായിട്ട് മടിയായിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഹിസ് സാച്ചൽ. സാച്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഗാണ് കേട്ടോ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. പ്രഭാത സൂര്യനെ കണ്ടിട്ടില്ലേ, നല്ല തിളങ്ങി ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ. അതേപോലെയാണ് ഇവൻ്റെ മുഖം, ഷൈനിങ് മോർണിംഗ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ നല്ല പ്രഭയോട് കൂടിയുള്ള ഫേസാണ്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുക. ലൈക്ക് സ്നെയിൽ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒച്ചാണ് അല്ലേ. അപ്പോൾ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞാണ് എങ്ങോട്ട് പോകുന്നത്, അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അൺവില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്നത്. ആര്, ഈ ഒരു സ്കൂൾ ബോയ്. Here the writer compares the schoolboy's unwilling walk to go to school to a snail's slow pace. ഇവിടെ നമ്മുടെ പോയത്തിൻ്റെ റൈറ്റർ ആരാണ്? റൈറ്റർ ഷേക്സ്പിയർ അല്ലേ. അപ്പം അദ്ദേഹം ഈ ഒരു സ്കൂൾ ബോയിനെ, മനസ്സില്ലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്ന ഈ ഒരു കുട്ടിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? സ്നെയിൽസ് സ്ലോ പേസ്, അതായത് ഒച്ചിൻ്റെ പതിയെയുള്ള ആ ഒരു മൂവ്മെൻറ്റുമായിട്ടാണ്. ഓക്കെ, ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. അപ്പം റൈറ്റർ ഇവിടെ ഇങ്ങനെ ഒരു കമ്പാരിസൺ, അതായത് താരതമ്യം, സ്കൂൾ ബോയും അതേപോലെ എന്താണ് ഒച്ചുമായിട്ടുള്ള ഒരു താരതമ്യം നടത്താനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ലൈക്കാണ് അല്ലേ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഡു യു നോ വാട്ട് ഇസ് ഇറ്റ്? നിങ്ങൾക്കറിയോ ഇതെന്താണെന്ന്? ഏതാണ് ഈ ഫിഗർ ഓഫ് സ്പീച്ച്? ഇത് നമ്മൾ ആദ്യമേ പഠിച്ചു പോരുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് അല്ലേ. എന്താണ്? ലൈക്ക് അല്ലെങ്കിൽ അസ് യൂസ് ചെയ്ത് വരുന്ന കമ്പാരിസണിനെ, താരതമ്യത്തിന് സിമിലി എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ആൻസർ ചെയ്യാം? സിമിലി ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ എബവ് ലൈൻസ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈൻസിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? സിമിലിയാണ്. ഇവിടെ സിമിലി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നമുക്ക് വായിക്കാം. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ അസ്. സിമിലി എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള തിങ്സിനെ കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ടാണ് താരതമ്യം ചെയ്യുക? ഏത് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ്? ലൈക്ക് അല്ലെങ്കിൽ അസ്, പോലെ എന്ന് മീനിങ് വരുന്ന ലൈക്ക് ഓർ അസ് യൂസ് ചെയ്ത് വരുന്ന കമ്പാരിസനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വൺ തിങ് ഇസ് സിമിലർ ടു അനദർ. ഈ ഒരു കമ്പാരിസൺ സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നത് എന്താണ്? ഒരു തിങ്, അതായത് എന്തെങ്കിലും ഒരു സാധനമോ ഒരു വസ്തുവോ സിമിലർ ആണ് ടു അനദർ, ഒന്ന് മറ്റൊന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതാണ് സിമിലി. ഇനി എന്താണ്? പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഇൻ ദ എക്സ്ട്രാക്റ്റ്. അപ്പം പോയത്തിൽ നിന്ന് ഇനിയും സിമിലിക്കുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് കേട്ടോ. സോൾജിയർ എന്ന ഏജിനെ കുറിച്ച് പറയുന്ന സ്റ്റാൻസയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണിത്. ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ്. ഇവിടെ ബിയർഡഡ് ലൈക്ക് ദ പാഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് താടി ആരെപ്പോലെയാണ്? ലൈക്ക് ദ പാഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെപ്പാടാണ്, പുള്ളിപ്പുലിയെ പോലെ താടി വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആ ഒരു ശൗര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ലൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ ആണ്. സോ ഇതിനെ നമ്മൾ എന്താണ് പറയുക? സിമിലി എന്നാണ് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണ്, അടുത്ത് നോക്കാം. ആൻഡ് ദെൻ ദ ലവർ. അപ്പോൾ ഇവിടെ ലവർ എന്ന് പറയുന്ന ലൈഫിൻ്റെ ആ ഒരു സ്റ്റേജ്, അതിനെക്കുറിച്ച് പറയുന്ന സ്റ്റാൻസയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസാണ്. സൈയിങ് ലൈക്ക് ഫർണേസ് വിത്ത് എ വോഫുൾ ബലാഡ്. അപ്പോൾ സൈയിങ് ലൈക്ക് ഫർണേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു തീച്ചൂള പോലെ നെടുവീർപ്പിടുന്നത്. അപ്പം ഇവിടെ ലൈക്കാണ് കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്. സോ ഇതെന്താണ്? ഇതും ഒരു സിമിലിയാണ്. ഇനി നമുക്ക് ബി സെക്ഷൻ നോക്കാം. ഈ ഒരു ആക്ടിവിറ്റിയിൽ കൺസിഡർ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ എക്സ്ട്രാക്റ്റ്.
ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 ലൈൻസ് കൺസിഡർ ചെയ്യുക. വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? എന്ത് 2 കാര്യങ്ങളാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. എന്താ പറയുന്നത്? ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്. ഈ ഒരു ലോകം മൊത്തം എന്താണ്? ഒരു സ്റ്റേജാണ്. ശരിക്കും ഒരു സ്റ്റേജാണോ? സ്റ്റേജ് പോലെ എന്നാണോ പറയുന്നത്? അല്ല, ഈ ഒരു ലോകം മുഴുവൻ ഒരു സ്റ്റേജാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്? കേവലം പ്ലെയേഴ്സ് മാത്രമാണ് അല്ലെങ്കിൽ അഭിനേതാക്കൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അഭിനേതാക്കളെ പോലെ എന്നാണോ പറയുന്നത്? അല്ല, ഈ ലോകം മുഴുവൻ ഒരു സ്റ്റേജാണ്. ഇവിടെയുള്ള ആളുകൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരും കേവലം അഭിനേതാക്കൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത്? സിമിലിയാണോ? ലൈക്കോ ആസോ യൂസ് ചെയ്തിട്ടുണ്ടോ? പോലെ എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല അല്ലേ. അപ്പം ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെ നമ്മൾ എന്താണ് പറയുക? മെറ്റഫർ എന്നാണ് പറയുക. ഓക്കെ, വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? എന്ത് 2 കാര്യങ്ങളാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഹിയർ ദ ഹോൾ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ഈ മുഴുവൻ ലോകത്തെയും ഒരു സ്റ്റേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ടു മിയർ ആക്ടേഴ്സ്. എല്ലാ മനുഷ്യരെയും ആക്ടേഴ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ദ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് മെറ്റഫർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? മെറ്റഫറാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ ലൈൻസിലൂടെ എന്താണ്? ഈ ഒരു ലോകം മൊത്തം എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അതുമാത്രമല്ല ഈ ലോകത്തിലുള്ള നമ്മളെല്ലാവരും എന്താണ്? പെർഫോമേഴ്സുമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ജീവിതമാകുന്ന നാടകത്തട്ടിൽ. ഓക്കെ, സ്റ്റേജിൽ. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദ എക്സ്ട്രാക്റ്റ്. അപ്പം പോയത്തിൽ നിന്ന് മെറ്റഫർ വരുന്ന ലൈൻസ് കണ്ടെത്താനാണ് പറയുന്നത്. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. ഇത് സോൾജിയറിൻ്റെ സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് 7 സ്റ്റേജസ് ആയിട്ട് ലൈഫിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ സോൾജിയറിൻ്റെ സ്റ്റേജിനെ കുറിച്ച് പറയുന്ന ആ ഒരു സ്റ്റാൻസയിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈനാണ് സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവ് അല്ലെങ്കിൽ പ്രശസ്തി എന്നൊക്കെ പറയാം. സീക്കിംഗ് എന്ന് പറഞ്ഞാൽ തിരയുക അല്ലേ. ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുമിള, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. ശരിക്കും റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബബിളാണോ? അല്ല, ഇവിടെ റെപ്യൂട്ടേഷനെ ബബിളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. റെപ്യൂട്ടേഷൻ കമ്പയർ ടു എ ഫ്രജൈൽ ബബിൾ. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയോടാണ് റെപ്യൂട്ടേഷനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഒരു മെറ്റഫറാണ് കേട്ടോ. അടുത്ത എക്സാമ്പിളാണ് ഹിസ് ആക്സ് ബീയിങ് 7 ഏജസ്. അതായത് നമ്മളുടെ ജീവിതത്തെ 7ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശരിക്കും നമ്മളിങ്ങനെ 7 സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണോ? അല്ല. അപ്പോൾ ഇതൊരു മെറ്റഫറാണ് കേട്ടോ. ഇനി ഇവിടെ മെറ്റഫർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. മെറ്റഫർ ഇസ് എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് സ്റ്റേറ്റ്സ് ഇംപ്ലിസിറ്റ് കമ്പാരിസൺസ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ലൈക്ക് ഓർ അസ്. അപ്പോൾ ലൈക്കോ അല്ലെങ്കിൽ ഈ അസോ യൂസ് ചെയ്യാത്ത കമ്പാരിസൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റഫർ എന്ന് പറയുക. ഇറ്റ് അസേർട്സ് ദാറ്റ് 2 തിങ്സ് ആർ ഐഡൻറ്റിക്കൽ റാദർ ദാൻ ജസ്റ്റ് സിമിലർ. ഇത് സമ്മർദ്ദിക്കുന്നത് എന്താണ്? 2 സാധനങ്ങൾ അല്ലെങ്കിൽ 2 വസ്തുക്കൾ സിമിലറാണ് അല്ലെങ്കിൽ സാമ്യമുള്ളതാണ് എന്ന് പറയുന്നതിനേക്കാൾ ഐഡൻറ്റിക്കലാണ് എന്നാണ് പറയുന്നത്. അതായത് അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിമിലി ആണെങ്കിൽ പോലെയാണ് എന്നാണ് പറയുക. മെറ്റഫർ ആവുമ്പം അത് തന്നെയാണ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി. അപ്പോൾ ഇതിന് മുൻപുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.